ഹായ് ഫ്രണ്ട്സ്, മോളീസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഇലച്ചെടികളുടെ തൈകൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് കലാത്തിയാണ് കേട്ടോ. ഇതൊരു കലാത്തിൻ്റെ തൈയാണ്. ഇതാണ് ആദ്യം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എല്ലാം നല്ല നല്ല തൈകൾ തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നതാണ് ഇലേൻ്റെ കളർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തത് കലാത്തിയൻ്റെ തന്നെ വേറൊരു പ്ലാന്റാണ്. ഇങ്ങനെ ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ലീഫിൽ വരുന്നൊരു പ്ലാന്റാണ്. നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഇതാണ്. ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് വരിക. ഇത് ലീഫ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ. പിന്നെ കളർ ചേഞ്ചും വരും. ഇതിൻ്റെ താഴെ ഈ കളറാണ് വരുന്നത്. എല്ലാം ഇപ്പോൾ ചെറിയ റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. നല്ല ഷൈനിങ്ങുള്ള നല്ലൊരു ഇലയാണ് കേട്ടോ. ഇത് നല്ല ബുഷിയായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് കേട്ടോ. ഇത്രയാണ് കലാത്തിയുടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്. നിങ്ങൾക്ക് വേണ്ടവർ നിങ്ങൾ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഫിലോഡെൻഡ്രമാണ്. ഇതാണ് ഫിലോഡെൻഡ്രത്തിൻ്റെ 2 പ്ലാന്റ്സ് വരുന്നത്. നല്ല വലിയ തൈകൾ തന്നെയാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ അഗ്ലോണിമയുടെ. ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്രീനിഷ് വൈറ്റ് കോംബോ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഒരു ഗ്രീനിൽ പിങ്ക് കളർ വരുന്നതാണ്. ഇനിയും തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇതിൽ ഗ്രീനിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ഈ നടുവിലും സൈഡിലും മാത്രമായിട്ടൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിൽ കാണാൻ പറ്റുന്നില്ല, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത്രയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വന്നിട്ട് ബിഗോണിയയുടെ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വലിയ സൈസ് ബിഗോണിയ തൈകൾ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി എപ്പോഴും ഇലകൾ തന്നെ. ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ എല്ലാം ഭംഗി ഇലകളിലാണ് കേട്ടോ. ഭയങ്കര വലുപ്പത്തിൽ വരുന്ന ഇലകളാണ്. ഇതൊന്നും പ്രത്യേകിച്ച് ഭയങ്കര നമ്മൾ വളം കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വളരും കേട്ടോ. ഇതിൻ്റെയും തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വേറൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് നല്ലൊരു ഷൈനിങ്, നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഷൈനിങ് ആയിട്ടുള്ള ഒരു ഇലയാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളർ വരും. ഇതിൻ്റെ വേറെ ഒരു ഇങ്ങനെ സ്ഥലത്തൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഇല വരുന്നത്. റൂട്ടൊക്കെ ഇങ്ങനെയാണ് വരിക. ഉണ്ടോ? നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ വലിയൊരു മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. വന്നിട്ട് ഒരു ഫേണിൻ്റെ ഒരു വെറൈറ്റി ആണ്. ഈ ഒരു ബ്രാൻഡും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. കലാത്തിയൻ്റെ ഒരു പ്ലാനും കൂടി എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ് പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് കലാത്തിയും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പെയിൻ്റൊക്കെ ചെയ്ത പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഇല വരുന്നത്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട ചെടികളാണ് കലാത്തിയ. ഇത് ഫ്ലവറിങ് പ്ലാന്റിനേക്കാൾ കൂടുതൽ കലാത്തിയനോടൊക്കെയാണ് ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. കലാത്തിയ, ബിഗോണിയ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇഷ്ടമുള്ളത്? നിങ്ങൾക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണോ ഇൻഡോർ പ്ലാന്റ്സിനോടാണോ ഇഷ്ടം എന്നൊക്കെ ഉള്ളത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.